ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് എടുക്കാനുള്ള പുതിയൊരു ടോപ്പിക്കാണ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിൽ പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് സെപ്പറേറ്റ് ജോബ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് പ്രോസസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് വർക്കുകളായിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ജോബുകളായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രികളിലാണ് ജോബ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രിയിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ, അങ്ങനെയുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ് നേച്ചറുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷൻ പോലെയുള്ള വർക്കുകൾ, ഇങ്ങനെയുള്ള സെപ്പറേറ്റ് നേച്ചറുള്ള വർക്കുകളിലാണ് എന്തുപയോഗിക്കുന്നത്, ജോബ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. പ്രിൻറ്റിംഗ് വർക്കിൽ ഒരു പ്രിൻറ്റിംഗ് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അടുത്ത വർക്കും തമ്മിൽ എൻറ്റയർലി ഡിഫറൻസ് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഓരോ മാറ്റർ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ഓരോ മാറ്റർ ഡിഫറെൻറ്റ് കളറിൽ, ഡിഫറെൻറ്റ് നമ്പറിൽ, ഡിഫറെൻറ്റ് സൈസിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൻ്റെ കോസ്റ്റും മറ്റൊന്നിൻ്റെ കോസ്റ്റും അതിൻ്റെ പാറ്റേണൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓട്ടോമൊബൈൽ ഷോപ്പ്, റിപ്പയർ ഷോപ്പ്, അവിടെയൊക്കെ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു കാറുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി വർക്ക് ചെയ്യുന്നതും വേറൊരു വണ്ടി വർക്ക് ചെയ്യുന്നതും രണ്ട് സെപ്പറേറ്റ് ജോബാണ്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന കോസ്റ്റിങ്ങിനെയാണ് എന്തായിട്ട് പറയുന്നത്, കോസ്റ്റിംഗ് മെത്തേഡിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന ഏറെക്കുറെ നമ്മുടെ കോസ്റ്റ് ഷീറ്റിനോട് അനുബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന ഫോമുല, അല്ലെങ്കിൽ അത് ഏറെക്കുറെ അതേ സെയിം ഫോമിലാണ് ജോബ് കോസ്റ്റിംഗ് നമ്മളെ സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ വരുന്നത്. മാത്രമല്ല ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സാധാരണഗതിയിൽ ഇതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്, പക്ഷേ ചില വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് വിട്ട് കളയാൻ നമുക്ക് സാധിക്കില്ല. പഠിക്കണം, നന്നായിട്ട് റെഫർ ചെയ്യണം. പ്രത്യേകിച്ച് നമുക്കുള്ള കോളേജ് തുറക്കാൻ കുറച്ച് വൈകുന്ന സിറ്റുവേഷനൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ എളുപ്പമുള്ള ടോപ്പിക്കുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ടോപ്പിക്കുകൾക്കൊക്കെ ചിലപ്പോൾ സാധ്യത വരാം. നമുക്ക് എന്താണ് ജോബ് കോസ്റ്റിംഗ് നോക്കാം. ജോബ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഇൻ വിച്ച് കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ് ഓർ വർക്ക് ഓർഡർ ഈസ് അസർട്ടൈൻഡ് സെപ്പറേറ്റ്ലി. ഓരോ ജോബിൻ്റെയും വർക്കിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് അസർട്ടൈൻ ചെയ്യുന്ന കോസ്റ്റിങ്ങിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ആൻ അണ്ടർടേക്കിംഗ് which manufactures goods against specific orders for customers. Orders of the customers. കസ്റ്റമേഴ്സ് സ്പെസിഫിക് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവർ ഓരോ സമയത്തും തരുന്ന ഓർഡറുകൾക്കനുസരിച്ച് വർക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനങ്ങളിലാണ് എന്ത് ഫോളോ ചെയ്യുന്നത്, ഈ ജോബ് കോസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നു. മനസ്സിലായല്ലോ. ഈച്ച് ജോബ് ഓർ വർക്ക് ഓർഡർ ഈസ് അണ്ടർടേക്കൺ അക്കോർഡിംഗ് ടു the specifications of the customers and is therefore different from each other. ഓരോന്നും അവരുടെ കസ്റ്റമേഴ്സിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്തായിരിക്കും, വ്യത്യസ്തമാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ഒരു കോസ്റ്റും അല്ലെങ്കിൽ ഒരു ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ജോബിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ജോബിൻ്റെ കോസ്റ്റിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഓരോരുത്തരും എന്താണ്, അവരവർക്ക് താല്പര്യമുള്ള അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ജോബ് കോസ്റ്റിംഗ് ഈസ് ഫോളോഡ് ഇൻ ഇൻഡസ്ട്രീസ് സച്ച് ആസ് പ്രിൻറ്റിംഗ് വർക്ക്സ്, ഇൻറ്റീരിയർ ഡെക്കറേഷൻ, എഞ്ചിനീയറിംഗ് വർക്ക്സ്, റിപ്പയർ ഷോപ്സ്, ഓട്ടോമൊബൈൽ ഗാരേജസ്, മെഷീൻ ടൂൾസ് എക്സെട്ര. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രൊഡക്ഷൻ ഓർഡർ കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിങ്ങിനെ എന്തുകൂടി വിളിക്കും, പ്രൊഡക്ഷൻ ഓർഡർ കോസ്റ്റിംഗ് എന്ന് വിളിക്കും, സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്ന് വിളിക്കും, ഓർ ലോട്ട് കോസ്റ്റിംഗ്. അപ്പോൾ ജോബ് കോസ്റ്റിങ്ങിൻ്റെ മറ്റ് പേരുകളാണ് എന്താണ്, പ്രൊഡക്ഷൻ ഓർഡർ കോസ്റ്റിംഗ്, സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്, ഓർ ലോട്ട് കോസ്റ്റിംഗ്. ഇങ്ങനെയൊക്കെ എന്തിനെ വിളിക്കാം, ജോബ് കോസ്റ്റിങ്ങിനെ വിളിക്കാം. ഇനി എന്താണ് ഡെഫിനേഷൻ നോക്കാം. ജോബ് കോസ്റ്റിംഗ് ഈസ് ദാറ്റ് ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. അപ്പോൾ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് തന്നെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. ജോബ് കോസ്റ്റിംഗ് ഈസ് ദാറ്റ് ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് വിച്ച് അപ്ലൈസ് വെയർ വർക്ക് ഈസ് അണ്ടർടേക്കൺ ടു കസ്റ്റമേഴ്സ് സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ്, ICMA. അപ്പോൾ അക്കോർഡിംഗ് ടു ICMA, job costing is that form of specific order costing
which applies where work is undertaken to customers' special requirements. കസ്റ്റമേഴ്സിൻ്റെ സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് വർക്ക് അണ്ടർടേക്കൺ നടത്തുന്ന അല്ലെങ്കിൽ വർക്ക് എടുക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന കോസ്റ്റിങ്ങിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റിംഗ്. 1. പ്രൊഡക്ഷൻ ഈസ് അണ്ടർടേക്കൺ അഗേൻസ്റ്റ് കസ്റ്റമേഴ്സ് ഓർഡർ ആൻഡ് സ്പെസിഫിക്കേഷൻ. കസ്റ്റമേഴ്സിൻ്റെ ഓർഡറിൻ്റെയും സ്പെസിഫിക്കേഷൻ്റെയും ബേസിലാണ് പ്രൊഡക്ഷൻ നമ്മൾ എടുക്കുന്നത്. 2. ഈച്ച് ജോബ് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള സ്വഭാവ സവിശേഷ ഗുണങ്ങളുണ്ട്. 3. ഈച്ച് ജോബ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഓരോ ജോലിയും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. 4. ഈച്ച് ജോബ് ഈസ് ട്രീറ്റഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ്. ഓരോ ജോലിയും ഓരോ കോസ്റ്റ് യൂണിറ്റായിട്ട് സെപ്പറേറ്റ് യൂണിറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അസർട്ടൈൻ ചെയ്യുന്നു. 5. കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ് ഈസ് അസർട്ടൈൻഡ് സെപ്പറേറ്റ്ലി. ഓരോ ജോലിയുടെയും കോസ്റ്റ് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട് അസർട്ടൈൻ ചെയ്യുന്നു. 6. എ സെപ്പറേറ്റ് കോസ്റ്റ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബിനും ഓരോ സെപ്പറേറ്റ് കോസ്റ്റ് ഷീറ്റ് എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. 7. ഈച്ച് ജോബ് ഈസ് അലോട്ടഡ് എ ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ. ഓരോ ജോലിക്കും ഒരു സെപ്പറേറ്റ് നമ്പർ എന്ത് ചെയ്യുന്നു, അലോട്ട് ചെയ്യുന്നു. അതായത് ജോബ് നമ്പർ 1, ജോബ് നമ്പർ 505, ജോബ് നമ്പർ 605, അങ്ങനെയുള്ള നമ്പറുകൾ കൂടി കൊടുക്കുന്നു. കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ് ഈസ് ഡിറ്റർമിൻഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ ജോബ്. കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ് ഈസ് ഡിറ്റർമിൻഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ ജോബ്. ഓരോ ജോബിൻ്റെയും എന്താണ് കോസ്റ്റ് ആ ജോബ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഡിറ്റർമിൻ ചെയ്യുന്നു. ഇനി അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു അസർട്ടൈൻ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ഈച്ച് ജോബ് സെപ്പറേറ്റ്ലി. ഓരോ ജോലിയുടെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ഡിസ്റ്റിങ്വിഷ് പ്രോഫിറ്റബിൾ ജോബ്സ് ഫ്രം അൺപ്രോഫിറ്റബിൾ ജോബ്സ്. പ്രോഫിറ്റബിളും അൺപ്രോഫിറ്റബിളും ആയിട്ടുള്ള ജോബുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു പ്രിപ്പയർ എസ്റ്റിമേറ്റ്സ് ഫോർ സെൻഡിങ് കൊട്ടേഷൻസ്. കൊട്ടേഷൻസ് നമുക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ എന്തറിയണം, കോസ്റ്റ് അറിയണം അല്ലേ. അപ്പോൾ അതിന് സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ പ്ലാനിങ്. ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്ക്, പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലേക്ക് നമ്മളെ സഹായിക്കുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് കോസ്റ്റ് ബൈ എലിമെൻറ്റ്സ് ആൻഡ് ഫങ്ഷൻസ്. ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്താൻ സാധിക്കുന്നു. കോസ്റ്റ് ഡാറ്റ അണ്ടർ ജോബ് കോസ്റ്റിംഗ് ഹെൽപ്പ് ഇൻ പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്സ് ഫോർ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്കുള്ള ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സിങ് പ്രൈസ് ഓഫ് സ്പെഷ്യൽ ഓർഡേഴ്സ് അല്ലേ. സ്പെഷ്യൽ ഓർഡേഴ്സിന് എല്ലാം സ്പെഷ്യൽ ഓർഡർ ആവുക. കാരണം എന്താ, ഓരോരുത്തരുടെയും ഓർഡർ വ്യത്യസ്തമായിരിക്കാം അല്ലേ. ഒരു വണ്ടി പണിയെടുക്കാൻ ഓട്ടോ ഗ്യാരേജിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ വണ്ടികൾക്കും ഒരേ വർക്ക് വരും ഇല്ല, ഓരോരുത്തരുടെയും വർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനുള്ള വർക്കുകൾ ഡിഫറൻസ് ആയതുകൊണ്ട് തന്നെ അതിന് പ്രൈസ് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് കോസ്റ്റ് കൺട്രോൾ ബൈ കമ്പയറിങ് ആക്ച്വൽസ് വിത്ത് എസ്റ്റിമേറ്റ്സ്. ആക്ച്വൽസും എസ്റ്റിമേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഇത് കൃത്യമായിട്ട് കോസ്റ്റ് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇനി ഡിസഡ്വാൻറ്റേജസ് ആണ്. ഫോളോയിങ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് 1. ജോബ് കോസ്റ്റിംഗ് ഇൻവോൾവ്സ് മോർ ക്ലറിക്കൽ വർക്ക്. ക്ലറിക്കൽ വർക്ക് ഒരുപാട് കൂടുതലാണ്. എന്താ കാരണം വെച്ചാൽ ഇതിൻ്റെ ഒക്കെ എഴുതി നമ്മൾ ആഡ് ചെയ്ത് ഒക്കെ റെക്കോർഡിക്കലാക്കി വരാൻ ക്ലറിക്കൽ വർക്ക് കൂടുന്നു. 2. ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ്. ഭയങ്കര എക്സ്പെൻസീവാണത്. 3. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ആൻഡ് ദെർഫോർ ഡസ് നോട്ട് ഫെസിലിറ്റേറ്റ് കോസ്റ്റ് കൺട്രോൾ. ഇത് ഒരിക്കൽ വന്ന കോസ്റ്റുകൾ തന്നെ എടുത്ത് എഴുതുകയാണ്, കോസ്റ്റ് ഷീറ്റ് പോലെ തന്നെ. അപ്പോൾ അതിനെ നമുക്ക് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് പറയാൻ സാധിക്കുള്ളൂ. എന്താ കാരണം, ഇനി ഫ്യൂച്ചറിലേക്ക് നോക്കിയിട്ടുള്ള പ്രവർത്തനം എന്നല്ല, ഒരിക്കൽ വന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതി ഷീറ്റൊക്കെ ഉണ്ടാക്കുകയാണ്. ദെൻ അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു വാദം. 4ാമത്തെ പോയിൻ്റ്, ആസ് കോസ്റ്റ് ആർ ടു ബി കളക്റ്റഡ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് ജോബ്സ് മിസ്റ്റേക്സ് ആർ ലൈക്ലി ടു ഒക്കർ ഇൻ കോസ്റ്റ് കളക്ഷൻ അല്ലേ. ഒരു നമുക്കൊരു എക്സാമ്പിളായിട്ട് വർക്ക്ഷോപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു 10-20 കാറുകളുണ്ട് അല്ലേ. നമ്മൾ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്പെയർ പാർട്സൊക്കെ ഒന്നിച്ച് മേടിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, കുറേ ജോബുണ്ട്. ഓരോ കാറിൻ്റെയും നമ്പറൊക്കെ എഴുതി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് വരുന്ന പാർട്സുകളുടെയൊക്കെ റേറ്റ് എഴുതും. എങ്കിലും അവിടെ തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഓട്ടോമൊബൈല് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പല ടൈപ്പ് വർക്കുകളുണ്ട്. ഇപ്പോൾ ഒരു വീട് പണി വേണമെങ്കിൽ എടുക്കാം നമുക്ക്. കൺസ്ട്രക്ഷൻ ഫീൽഡ് ഇതിലേക്ക് വരുന്നതല്ല.
എങ്കിലൊരു എക്സാമ്പിളായിട്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇൻറ്റീരിയർ വർക്ക് എടുത്തു കഴിഞ്ഞാലും ഒന്നിച്ച് ഐറ്റംസ് മേടിച്ച് ഓരോ വർക്കിന് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ എന്ത് വരും, അവിടെ മിസ്റ്റേക്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് ജോബ് കോസ്റ്റിംഗ് പ്രൊസീജിയർ. ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ കുട്ടികൾക്ക് അറിയണമെന്നില്ല. എന്താണ് അതിൻ്റെ പ്രൊസീജിയർ നോക്കാം നമുക്ക്. ഒന്ന് റിസീവിങ് എൻക്വയറി ആൻഡ് സെൻഡിങ് കൊട്ടേഷൻസ്. ഒന്നാമത്തെ പ്രൊസീജിയർ എന്ത് ചെയ്യുക, എൻക്വയറി റിസീവ് ചെയ്യുമ്പോൾ കൊട്ടേഷൻസ് കൊടുക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഈ സാധാരണ നമുക്ക് നേരത്തെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ വർക്ക് എടുക്കാം. ഒരു സ്ഥാപനത്തിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് ഒരു എൻക്വയറി വന്നു. ആ എൻക്വയറി വരുന്ന സമയത്ത് അവർക്ക് അറിയണം എന്താണ് ഇതിൻ്റെ കോസ്റ്റ്, അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കോസ്റ്റ് ബഡ്ജറ്റിംഗ് നടത്തിയിട്ട് നമ്മൾ കൊടുക്കും. മനസ്സിലായല്ലോ. അതാണ് കൊട്ടേഷൻ കൊടുക്കും. അതാണ് ഒന്നാമത്തെ പ്രൊസീജിയർ. 2 റിസീവിങ് ഓഫ് ഓർഡർ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് അവർ ഓർഡർ തരും, അല്ലേ. ഓർഡർ തരുമ്പോൾ ആ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് പ്രൊഡക്ഷൻ ഓർഡർ. ഓർഡർ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തുക. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ പ്രൊഡക്ഷൻ ഓർഡർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ നടത്താനുള്ള ഓർഡറിനെയാണ് പ്രൊഡക്ഷൻ ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഓർഡർ ഇടുന്നു. പ്രൊഡക്ഷൻ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫാക്ടറിയിലുള്ള എംപ്ലോയീസിനോട് വർക്കേഴ്സിനോട് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിക്കോളൂ എന്നുള്ളതാണ് പറയുന്നത്, അല്ലേ. അപ്പോൾ വേണ്ട ഓപ്പറേഷൻസൊക്കെ നടത്തി പർച്ചേസിംഗ് ഒക്കെ നടത്തി എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക. നാലാമത്തെ പോയിൻ്റ് അലോട്ടിങ് പ്രൊഡക്ഷൻ ഓർഡർ നമ്പർ അലോട്ട് ചെയ്യുക. ഓൺ റെസിപ്റ്റ് ഓഫ് ദ ഓർഡർ ദ പ്രൊഡക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് അലോട്ട്സ് എ പ്രൊഡക്ഷൻ ഓർഡർ നമ്പർ ഓർ ജോബ് നമ്പർ. പ്രൊഡക്ഷൻ ഓർഡർ നമ്പർ അലോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജോബ് നമ്പർ. നേരത്തെ പറഞ്ഞില്ലേ, ജോബ് നമ്പർ 505, 605 എന്നൊക്കെ പറഞ്ഞ പോലെ ഓർഡർ അലോട്ട് ചെയ്യുക. അഞ്ചാമത്തെ പോയിൻ്റ് റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റുകൾ റെക്കോർഡ് ചെയ്യാം, അല്ലേ. റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, ഒരു 10ാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പർ മാത്രമല്ല പ്രൊഡക്ഷൻ ഉണ്ടാവുക, ഒരുപാട് നമ്പറുകൾ ഉണ്ടാവും. ഇങ്ങനെ സ്റ്റോറിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യുക, ആ നമ്പറിലേക്ക് അലോട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു ഗ്യാരേജിൽ 20 കാറുകൾ ഒരേ സമയം വർക്ക് ചെയ്യുന്നു, അല്ലേ. അവിടേക്ക് നമ്മൾ സ്പെയർ പാർട്സ് വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഓരോ കാറിൻ്റെയും നമ്പർ എഴുതി വെച്ചിട്ടുള്ള ഷീറ്റ് ഉണ്ടാവും, അല്ലേ. അവിടെ ജോബ് നമ്പർ തന്നെ എഴുതണമെന്നില്ല. ഓരോ കാറിൻ്റെയും അവരുടെ രജിസ്ട്രേഷൻ നമ്പർ എഴുതി വെച്ചിട്ടുള്ള ഷീറ്റിലേക്ക് ഓരോ കാറിനും എടുത്തിട്ടുള്ള ഐറ്റംസ് നമ്മൾ എഴുതി വയ്ക്കും, അതിൻ്റെ വില എഴുതി വയ്ക്കും, അല്ലേ. അതിനെയാണ് റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ. കംപ്ലീഷൻ ഓഫ് ജോബ്, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നു. ജോബ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, അവരുടെ ഈ വർക്ക്ഷോപ്പിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, സ്പെയർ പാർട്സിൻ്റെ ഒക്കെ റേറ്റ് കൂട്ടുന്നു, അല്ലേ. പിന്നീട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ വർക്ക് വന്നിട്ടുള്ള അതിൻ്റെ അസംബ്ലി നടത്തിയിട്ടുള്ളോ അല്ലെങ്കിൽ ഡിസ്മാൻഡ്ലിങ് നടത്തിയിട്ടുള്ളതിൻ്റെയൊക്കെ കോസ്റ്റ് ആഡ് ചെയ്യുന്നു. ചുരുക്കം പറഞ്ഞാൽ വർക്ക്മാൻഷിപ്പിൻ്റെ കോസ്റ്റ് ആഡ് ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് കൊടുക്കുന്നു, അല്ലേ. അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നു, അല്ലേ. ലാസ്റ്റ് 7ാമത്തെ പോയിൻ്റ് അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, അല്ലേ. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോഫിറ്റോ ലോസോ നമുക്ക് കിട്ടുന്ന ലാഭമൊക്കെ നഷ്ടമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതുകൂടി കണക്കാക്കുന്നു. 7ാമത്തെ പോയിൻ്റ്. ഇതെല്ലാം ഉൾപ്പെട്ടതിനെയാണ് നമുക്ക് എന്തായിട്ട് പറയുന്നത്, ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഫോർ ജോബ് നമ്പർ 215. ഈ ജോബ് നമ്പർ എന്ന് പറയുന്നത് വെറുതെ ഒരു നമ്പർ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ദ ജോബ് 10,000, പ്രൊഡക്ഷൻ വേജസ് 12,000, ഡയറക്റ്റ് എക്സ്പെൻസ് 800. ഇനി പാരഗ്രാഫാണ്. ചാർജ് 60% ഓഫ് പ്രൊഡക്റ്റീവ് വേജസ് ഫോർ ഫാക്ടറി ഓവർ ഹെഡ്സ് ആൻഡ് 20% ഓഫ് വർക്ക്സ് കോസ്റ്റ് ഫോർ ഓഫീസ് ഓവർ ഹെഡ്. പ്രോഫിറ്റ് ടു ബി ഏൺഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് ഈസ് 20%. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ബോർഡിൽ വർക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഇപ്പോൾ ഇതിൽ ജോബ് കോസ്റ്റ് ഷീറ്റ് എന്നുള്ള കോസ്റ്റ് ഷീറ്റ് വരച്ചിട്ടുണ്ട്, ജോബ് നമ്പർ എഴുതിയിട്ടുണ്ട്. ഇതൊരു സാധാരണ കോസ്റ്റ് ഷീറ്റ് പോലെ ചെയ്യാം. ഇത് ഇന്നർ കോളാണ്, വേണമെന്ന് നിർബന്ധമില്ല.
ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ 10,000. അടുത്തത് പ്രൊഡക്റ്റീവ് വേജസ്. Productive wages 12,000. Direct expenses. Direct expenses 800. ഇതാണ് നമ്മുടെ പ്രൈം കോസ്റ്റ്. ഇനി അതിനോടുകൂടി ആഡ് ഫാക്ടറി ഓവർഹെഡ്സ് അല്ലെങ്കിൽ വർക്ക്സ് ഓവർഹെഡ്. വർക്ക്സ് ഓവർഹെഡ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് വേജസിൻ്റെ 60%. പ്രൊഡക്റ്റീവ് വേജസ് 12,000 ആണ്. $7,200. $30,000 ആണ് നമ്മുടെ ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക്സ് കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക്സ് കോസ്റ്റ് 30,000. ആഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. ഇവിടെ ഓഫീസ് ഓവർഹെഡ്സ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓഫീസ് ഓവർഹെഡ്സ് മാത്രം എഴുതിയാൽ മതി. അത് 20% ഓഫ് വർക്ക്സ് കോസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. വർക്ക്സ് കോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ് 30,000-ൻ്റെ 20%. 30,000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 3,000. 3 3 6. 6,000 ആഡ് ചെയ്യുക. 36,000. ഇതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി വേറെ എക്സ്പെൻസ് ഒന്നുമില്ല. എൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസാണ് ആഡ് ചെയ്യേണ്ടത്. വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് എഴുതാനുള്ള സ്പേസ് വിടാം. എന്നിട്ട് സെല്ലിംഗ് പ്രൈസ് എഴുതാം. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആണ് തന്നിട്ടില്ലെങ്കിൽ പ്രോഫിറ്റ് എഴുതുക. എന്നിട്ട് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുക. സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിട്ടില്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എഴുതിയിട്ട് ബാലൻസ് ചെയ്ത് പ്രോഫിറ്റ് കാണാം. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത്, പക്ഷേ ഡയറക്റ്റ് അല്ല. സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലാണ് 20% തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് 20%, ദാറ്റ് ഈസ് 1/5 ഓൺ SP or 1/4 ഓൺ കോസ്റ്റ്. 20% എന്ന് പറഞ്ഞാൽ 20/100. അപ്പോൾ എത്രയാണ്? 1/5. 1/5 സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ മുകളിൽ എത്രയാണ്? 1/4 ആണ് വരിക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. 1/4 ഓൺ കോസ്റ്റ്. 1/4 ഓൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എമൗണ്ട് എത്രയാണ്? 36,000 അല്ലേ? അപ്പോൾ 36,000 ഇൻറ്റു 1/4. അപ്പോൾ 9,000 വരും. പ്രോഫിറ്റ് 9,000. അപ്പോൾ ഇവിടെ 45,000. 45,000 നമ്മുടെ എന്ത് വരിക? സെയിൽസ് 45,000 കേട്ടോ. അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമ്മൾ മറ്റേ കോസ്റ്റ് ഷീറ്റ് എടുക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഒരു വളരെ ചെറിയ പ്രൈമറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 177 ഇല്ലസ്ട്രേഷൻ 2 ആണ്. ജോബ് കോസ്റ്റ് ഷീറ്റിൻ്റെ തന്നെയാണ്. ഫോളോയിങ് ഇൻഫർമേഷൻ ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദ കോസ്റ്റിംഗ് റെക്കോർഡ്സ് ഓഫ് എ കമ്പനി ഇൻ റെസ്പെക്റ്റ് ഓഫ് ജോബ് നമ്പർ 325. ഡയറക്റ്റ് മെറ്റീരിയൽസ് ₹7,500. ഇനി വേജസ് തന്നിട്ടുണ്ട് ABC ഡിപ്പാർട്ട്മെൻറ്റ്. വേരിയബിൾ ഓവർ ഹെഡ്സ് ഫോർ ദീസ് 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് വേർ എസ്റ്റിമേറ്റഡ് ആസ് ഫോളോസ് എന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ് എയുടെയും ബിയുടെയും സിയുടെയും വേരിയബിൾ ഓവർ ഹെഡ്സ് തന്നിട്ടുണ്ട്. അതിനും താഴെ ഫിക്സഡ് ഓവർ ഹെഡ് ഈസ് എസ്റ്റിമേറ്റഡ് ആസ് 30,000 ഫോർ 20,000 നോർമൽ വർക്കിംഗ് അവേഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. You are required to calculate the cost of the job and the price to be quoted to give a profit of 25% on selling price. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല നമ്മൾ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഇവിടെ കോസ്റ്റ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ പോലെ തന്നെ. ജോബ് കോസ്റ്റ് ഷീറ്റ്, ജോബ് നമ്പർ 325. ഇതും ഒരു ഓർഡിനറി ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ളൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡിവൈഡ് ചെയ്തിട്ടാണ് പല എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽസ് എഴുതാം. അത് കറക്റ്റ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽസ് 7,500. ഇനി എന്ത് ചെയ്യാം? ഇനി വേജസ് തന്നിട്ടുണ്ട്. വേജസ് എഴുതാം. ഡയറക്റ്റ് വേജസ് പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ള തന്നിട്ടുള്ളത്. വേജസ് അവേഴ്സും റേറ്റ് പെർ അവറുമാണ് തന്നിട്ടുള്ളത്. അവേഴ്സും റേറ്റ് പെർ അവറും എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്ത മണിക്കൂറുകളും അതിന് ഓരോ മണിക്കൂറിന് വരുന്ന വേജസിൻ്റെ ചാർജും. അപ്പം അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് എ 100 മണിക്കൂറാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. 1 മണിക്കൂറിന് 6 രൂപയാണ്. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ബി. ഡിപ്പാർട്ട്മെൻറ്റ് ബി എന്ന് പറയുന്നത് 50 അവേഴ്സാണ്. 1 മണിക്കൂറിന് 4 രൂപ. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് സി 40 അവേഴ്സാണ്. 1 മണിക്കൂറിന് 3 രൂപ. അപ്പോൾ ഇവിടെ 600, 200, 120. അപ്പോൾ ഡയറക്റ്റ് വേജസും കഴിഞ്ഞു. അടുത്തത് വേരിയബിൾ ഓവർഹെഡ്സ്. ഇവിടെ നമുക്ക് ഫാക്ടറി ഓവർഹെഡ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഫിക്സഡ് ആൻഡ് വേരിയബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇനി ഡിവിഷനൊന്നും വേണ്ട, നേരിട്ട് എഴുതാം കേട്ടോ. ഇനി നമുക്ക് തന്നിട്ടുള്ള വേരിയബിൾ ഓവർഹെഡാണ്. അപ്പോൾ അത് എഴുതിയാൽ മതി. വേരിയബിൾ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ് എ. വേരിയബിൾ ഓവർഹെഡ്സിന് ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ പറഞ്ഞിട്ടുള്ളത് 6,000 രൂപ
300 മണിക്കൂറിന് 6000 രൂപ 300 മണിക്കൂറെന്ന് പറയുമ്പോൾ ഒക്കെ മണിക്കൂറിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 6000 രൂപ 300 3000 മണിക്കൂറിന് 6000 rupees ഫോർ 3000 hours. 6000 മണിക്കൂർ 6000 രൂപ 3000 മണിക്കൂറിനാകുമ്പോൾ 2 രൂപ 2 രൂപയാണ്. പക്ഷെ 2 രൂപയല്ല, അതൊരു മണിക്കൂറിൻ്റെ ചാർജാണ്. 3000 hours ആണല്ലോ. അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ചാർജാണ് 2 രൂപ. അപ്പോൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു അത് നമുക്കിവിടെ മുകളിൽ വന്നിട്ടുണ്ട്. 100 മണിക്കൂറാണ് അല്ലേ. അപ്പോൾ ഇൻറ്റു 100 hours. 100 hours. അപ്പോൾ 2 × 100 എത്ര വരിക? 200 വരിക. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ബി. ഡിപ്പാർട്ട്മെന്റ് ബി ആണ്. ഡിപ്പാർട്ട്മെന്റ് ബിക്കും ഇതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 3000 ഫോർ 2000 hours. 3000 രൂപ എത്ര മണിക്കൂറിന്? 2000 മണിക്കൂറിന്. ഇനി ബിയുടെ ഡിപ്പാർട്ട്മെന്റ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്? ഇവിടെ തന്നിട്ടുണ്ട് 50 hours-നാണ്. അത് ക്ലോസ് ചെയ്യാം അല്ലേ. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 75 കിട്ടും. 75. അടുത്ത ഡിപ്പാർട്ട്മെന്റ് സി. ഡിപ്പാർട്ട്മെന്റ് സിക്ക് ഇതുപോലെ എത്രയാണ് വന്നിട്ടുള്ളത്? 1500 ഫോർ 1500 hours. 1500 ഫോർ 1500 hours എന്ന് പറഞ്ഞാൽ 1 രൂപ. അത് വർക്ക് ചെയ്ത മണിക്കൂറുകൾ നമുക്ക് ഇവിടെ ഉണ്ട് 40 മണിക്കൂറാണ്. അപ്പം 40 രൂപ. അഞ്ച് 10 315. വേരിയബിൾ ഓവർ ഹെഡിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 315 ആണ്. അടുത്ത നമുക്ക് തന്നിട്ടുള്ള ഫിക്സഡ് ഓവർ ഹെഡ് ഈസ് എസ്റ്റിമേറ്റഡ് ആസ് 30,000 ഫോർ 20,000 hours. അല്ലെങ്കിൽ വെറും ഓവർ ഹെഡ്സ് എന്ന് എഴുതിയാലും മതി. ഓവർ ഹെഡ് എക്സ്പെൻസ്, ഫിക്സഡ് ഓവർ ഹെഡ് എക്സ്പെൻസസ് വന്നിട്ടുള്ളത് 30,000 ഫോർ 20,000 hours. അപ്പോൾ അവിടെ 30,000-നെ 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. വേറെ ഒന്നുമില്ല അതിൽ, ഇത് മാത്രമേ ഉള്ളൂ. 30,000-നെ 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനി എന്ത് ചെയ്യാം? അതിന് 3-ലും കൂടിയിട്ട് വരണം. ഇതൊരു മണിക്കൂറിൻ്റെ ചാർജാണ്. ഇൻറ്റു ഇനി നമുക്ക് 3 എയും ബിയും സിയും കൂടിയിട്ടുള്ളത് ഇതൊരു മണിക്കൂറിനാണ്. കുട്ടികളത് വായിച്ചു നോക്കി അറിയാം. 30,000 hours ഫോർ 20,000 നോർമൽ വർക്കിംഗ് അവേഴ്സ്. സാധാരണ വർക്കിംഗ് അവേഴ്സ് ആണെങ്കിൽ 20,000 മണിക്കൂറിന് 30,000 രൂപ. 20,000 മണിക്കൂറിന് 30,000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂറിൻ്റെ കോസ്റ്റ് അറിയാൻ 30,000 ഡിവൈഡ് ബൈ 20,000 ചെയ്തു. ഇനി നോർമൽ വർക്കിംഗ് അവേഴ്സ് എടുക്കണം. നോർമൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 ഡിപ്പാർട്ട്മെൻറ്റേയും ചേർത്തിട്ടാണ് അല്ലേ. 3 ഡിപ്പാർട്ട്മെൻറ്റും കൂടി എത്ര വർക്ക് ചെയ്യുന്നുണ്ട്? ആദ്യത്തെ എ ഡിപ്പാർട്ട്മെൻറ്റ് 100 മണിക്കൂർ, ബി ഡിപ്പാർട്ട്മെൻറ്റ് 50 മണിക്കൂർ, സി ഡിപ്പാർട്ട്മെൻറ്റ് 40 മണിക്കൂർ. അപ്പോൾ 190 മണിക്കൂറാണ് ആകെ ഏവറേജ് വർക്ക് ചെയ്യുന്നത്. 190 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 285 രൂപ വരുന്നു.
9,020. അതാണ് നമ്മുടെ എന്ത് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എഴുതി. ഇനി എന്ത് ചെയ്യുക? പ്രോഫിറ്റ് എഴുതാനുള്ള സ്പേസ് വിടുക. ഇനി നമുക്ക് നോക്കേണ്ടത് സെയിൽസ് തരികയാണെങ്കിൽ സെയിൽസ് ഇവിടെ എഴുതുക, എന്നിട്ട് ബാലൻസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. അതേസമയം പ്രോഫിറ്റ് തരികയാണെങ്കിൽ പ്രോഫിറ്റ് എഴുതിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് കിട്ടും. നമുക്കിവിടെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് പറഞ്ഞിട്ടുള്ളത് യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ദ ജോബ് ആൻഡ് ദ പ്രൈസ് ടു ബി കോട്ടഡ് ടു ഗിവ് എ പ്രോഫിറ്റ് ഓഫ് 25% ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ 25%. നമുക്കിവിടെ കോസ്റ്റ് പ്രൈസേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മളത് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? സെല്ലിംഗ് പ്രൈസിൻ്റെ 25%, ദാറ്റ് ഈസ് 1/4. ഓർ നമുക്ക് പറയാം 1/3. ഒന്ന് കുറയ്ക്കാം. 1/3 ഓൺ കോസ്റ്റ്. 1/3 ഓൺ കോസ്റ്റ്. സെല്ലിംഗ് പ്രൈസിൻ്റെ 1/4 ആണെങ്കിൽ കോസ്റ്റിൻ്റെ 1/3 അല്ലേ? അപ്പോൾ 1/3 ആണെങ്കിൽ എങ്ങനെ വരും? 9,020 ഇൻറ്റു 1/3 അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 3. അത് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3,007 റൗണ്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. കുട്ടികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. 3,007 അത് ആഡ് ചെയ്യുമ്പോൾ 7 2 0 12,027. അതെന്താണ് നമ്മുടെ ഇത് പ്രോഫിറ്റാണ്. ഇതെന്താണ്? ഇതാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഈ ഒരു കാര്യം കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും നമുക്ക് ഇങ്ങനെയാണ് തരിക. കോസ്റ്റാണ്. ഏത് കോസ്റ്റ് ഷീറ്റ് വരച്ചാലും ജോബ് കോസ്റ്റ് ഷീറ്റ് വരച്ചാലും കോസ്റ്റാണ് കിട്ടുക. പക്ഷേ സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലാണ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒന്നുകിൽ ഈ മെത്തേഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇക്വേഷൻ എഴുതുക. കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ എന്താണ് 100 മൈനസ് പെർസെൻറ്റേജ്. ഇപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് 9,020 ഇൻറ്റു 25/100 മൈനസ് 25 എന്ന് പറയുമ്പോൾ 75. 25/75 ഇങ്ങനെ ചെയ്താലും എമൗണ്ടിൽ ചെറിയ എന്താണ് റൗണ്ട് ചെയ്യേണ്ടി വരും. ഡെസിമൽ വ്യത്യാസം വരും. അത് ഏത് മെത്തേഡ് ചെയ്താലും വരും. ഇങ്ങനെ ചെയ്താൽ ഈ ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 178 ഇല്ലസ്ട്രേഷൻ 3 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ജോബ് നമ്പർ 210 വാസ് കമൻസ്ഡ് ഓൺ 10th January 2020 and completed on 1st February 2020. Materials used were rupees 2,400 and labor charges were rupees 1,600. Other details were as follows. A point, machine X was used for 40 hours at the rate of rupees 15 per machine hour. B, machine Y was used for 30 hours at the rate of rupees 16 per machine hour. C, indirect labor cost in the factory amounted to rupees 1,200. Ascertain the works cost of job number 210. നമുക്കിതിൻ്റെ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ മെഷീൻ അവർ റേറ്റ് ഉള്ള കാരണം കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ഓർഡിനറി ക്വസ്റ്റ്യനാണ്, സാധാരണ ക്വസ്റ്റ്യനാണ്. ജോബ് കോസ്റ്റ് ഷീറ്റ് ജോബ് നമ്പർ 210 വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ
പറഞ്ഞിട്ടുള്ളത് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളത് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ഹെഡിങ്ങിൽ തന്നെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽസ് യൂസ്ഡ് 2400 മെറ്റീരിയൽസും ലേബർ ചാർജ് 1000. അപ്പോൾ ഇതൊരു കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് പോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് അത് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസ് ആദ്യം എഴുതാം. മെറ്റീരിയൽസ് വന്നിട്ട് 2400. അതിൽ തന്നെ ലേബറും തന്നിട്ടുണ്ട്. ലേബർ ചാർജസ് 1600. ഇനി നമ്മൾ നോക്കേണ്ട എക്സ്പെൻസ് തന്നിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് കൂടി ആഡ് ചെയ്യണം ഇവിടെ തന്നെ. ഡയറക്റ്റ് എക്സ്പെൻസ് അത് തന്നിട്ടില്ല. അപ്പോൾ പ്രൈം കോസ്റ്റ് കാണാം. ഇതാണ് നമ്മുടെ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുകൂടി ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുക. ഇവിടെ ഫാക്ടറി ഓവർഹെഡ്സ് എന്നുള്ള പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് മെഷീൻ എക്സിൻ്റെ യൂസേജ് പറഞ്ഞിട്ടുണ്ട്, വൈയുടെ യൂസേജ് പറഞ്ഞിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ലേബർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വരുന്നത് ഇവിടെ തന്നെയാണ്, ഫാക്ടറിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ആഡ് ഫാക്ടറി ഓവർഹെഡ്സ്. ഫാക്ടറി ഓവർഹെഡ്സ് 2 മെഷീൻ്റെ എഴുതണമെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ആദ്യം മെഷീൻ എക്സ്. മെഷീൻ എക്സിന് 40 മണിക്കൂർ 15 രൂപ. $40 hours into ₹15. അതാണ് 40 hours into ₹15. അപ്പോൾ 400, 200, 600. അടുത്ത മെഷീൻ വൈ. മെഷീൻ വൈ എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 30 മണിക്കൂർ 16 രൂപയിൽ. $30 hours into ₹16 എന്ന് പറയുമ്പോൾ 480, 480. then അടുത്തത് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഇൻ ദ ഫാക്ടറി. അത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. $1200. ഇനി വേറൊന്നുമില്ല. വേറെ എക്സ്പെൻസ് തന്നെ തന്നിട്ടില്ല നമുക്ക്. അപ്പോൾ ഇവിടെ 8.
6280. ഇതാണ് വർക്ക്സ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യനായി നമ്മൾ ഈ മെഷീൻ അവർ റേറ്റും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവേഴ്സൊക്കെ വെച്ച് ചെയ്യുന്നു. ഇതൊക്കെ ഒരു സാധാരണ ക്വസ്റ്റ്യനാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. എങ്കിലും അതൊന്ന് കുട്ടികൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ മെഷീൻ അവർ റേറ്റ് വരുന്ന സമയത്ത് മിക്കവാറും ഫാക്ടറിയിലാണ് വരിക അത്. അപ്പോൾ മെഷീൻ അവേഴ്സ് വർക്കഡും എമൗണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക വേണ്ടു. ഇനി അതിൽ ടോട്ടൽ അവേഴ്സ് പോലെ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പോലെ ടോട്ടൽ അവേഴ്സൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക കേട്ടോ. അത് വായിച്ച് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെയാണ് ജോബ് കോസ്റ്റ് ഷീറ്റിൽ നിന്ന് വരിക. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.